സംസ്ഥാന ഗവൺമെൻറ് വലിയ രൂപത്തിലുള്ള ഇടപെടലുകളാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടക്കാലത്ത് അത്യപൂർവം കുട്ടികൾ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തേടിപ്പോയെങ്കിലും വലിയ രൂപത്തിലുള്ള ഒരു കുതിപ്പ് ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ആലോചിക്കുക, കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് 1, 3, 5, 7 ക്ലാസ്സുകളിൽ പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആ പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുമ്പോൾ അതിനനുസൃതമായി അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഓരോ നമ്മുടെ നമ്മുടെ പുരോഗതിയുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വലിയ മാറ്റങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഭാഗമായി വലിയ രൂപത്തിലുള്ള ഇടപെടലുകൾ വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെൻറ് കൊണ്ടുവരുന്നു. ബാങ്ക് കഴിഞ്ഞ 30 വർഷമായി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചത്. കാരണം ബാങ്ക് പരിധിക്കകത്ത് വരുന്ന 13 സ്കൂളുകളിൽ നിന്നുള്ള SLC +2 വിജയിച്ചിട്ടുള്ള ഏകദേശം 130ഓളം വിദ്യാർത്ഥികൾക്ക് 1, 2, 3 സ്ഥാനക്കാർക്കുള്ള ക്യാഷ് പ്രൈസും ട്രോഫിയുമാണ് കൊടുത്തത്. അതുപോലെ തന്നെ ഈ ബാങ്ക് പരിധിക്കകത്ത് വരുന്ന 30ഓളം അംഗൻവാടികളിൽ നിന്ന് ഏകദേശം 300 വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം വിതരണം ആണ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് ബാങ്ക് പരിധിക്കകത്ത് വരുന്ന 13 സ്കൂളുകളിൽ നിന്നുള്ള നിർധനരായിട്ടുള്ള 400ഓളം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണം കൊടുത്തു. അതോടൊപ്പം പിന്നെ 4ാം തരത്തിൽ നിന്നും 7ാം തരത്തിൽ നിന്നും പാസ്സായിട്ടുള്ള നല്ല മാർക്കോടുകൂടി പാസ്സായിട്ടുള്ള 1, 2, 3 സ്ഥാനക്കാർക്കുള്ള ക്യാഷ് പ്രൈസും ട്രോഫിയും ആണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ വിപുലമായ രൂപത്തിലാണ് ഓരോ വർഷം കഴിയുന്നതും അട്രാക്റ്റീവ് ആയിട്ടുള്ള രൂപത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ 30 വർഷവും നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ 30 വർഷമായി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ്. കഴിഞ്ഞ 30 വർഷവും ബാങ്ക് തുടർച്ചയായി ലാഭത്തിലുമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വരും കാലങ്ങളിലും കൂടുതൽ വളരെ നല്ല രൂപത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്.